നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അഗ്നിവീർ സീരീസിലെ 4ാമത്തെ ക്ലാസ്സാണ് ചെയ്യുന്നത് മാത്സിൻ്റെ. അപ്പോൾ ഇതുവരെ 3 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റിനും ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ബേസിക് കാര്യങ്ങളാണ് മുതലാണ് പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ 3 ക്ലാസ്സും കണ്ടതിന് ശേഷം 4ാമത്തെ ക്ലാസ് കാണുക. അപ്പോൾ ഇത് എല്ലാ ആർമി, നേവി, എയർഫോഴ്സ് ഇതിലോട്ടുള്ള എല്ലാത്തിനേക്കുമുള്ള എക്സാംസിന്, എൻട്രൻസ് എക്സാംസിന് ഉപകാരപ്രദമാകത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാത്തിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് 5 ഈസ് ആഡഡ് ടു ട്വൈസ് ഓഫ് എ നമ്പർ ഇറ്റ് ബിക്കം 6, വാട്ട് ഈസ് ദ നമ്പർ? അപ്പോൾ എന്ന് പറഞ്ഞാൽ 5 ഏതോ ഒരു നമ്പറിൻ്റെ 2 ഇരട്ടിയോട് കൂട്ടുമ്പോൾ അതെന്താവും? 6 ആവും. അപ്പോൾ എത്രയാണ് ആ നമ്പർ എന്ന് പറഞ്ഞാൽ? ഞാൻ എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ ആ എക്സിൻ്റെ 2 ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 2x. ഇപ്പോൾ 2x ഞാൻ എത്ര കൂട്ടി? 5 കൂട്ടിയപ്പം അത് എത്ര ആയെന്നാണ് പറഞ്ഞത്? 6 ആയി. അപ്പം നമുക്ക് എന്താ വേണ്ടത്? വാട്ട് ഈസ് ദ നമ്പർ? അപ്പം നമ്പർ എന്താണ്? നമ്മുടെ നമ്പർ എന്താണ്? ലെറ്റ് ദ നമ്പർ എത്രയായിരുന്നു? നമ്മൾ എക്സ് എന്നാണ് എടുത്തത്. ഇപ്പോൾ എക്സ് എടുത്തു കഴിഞ്ഞാൽ 2x, അതിൻ്റെ 2 ഇരട്ടിയോട് എത്ര കൂട്ടി? 5 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 6 കിട്ടി. ഇതിനകത്ത് നിന്ന് എന്താണ് 2x വാല്യൂ എന്ത് കിട്ടും? 2x എന്ന് പറഞ്ഞാൽ ഈ 5 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ എത്ര ആവും? മൈനസ് ആവും. അപ്പോൾ 6 - 5 1 ആവും. അതായത് എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും? 1/2. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനകത്ത് 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.5 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനകത്ത് 0.5 എന്നായിരിക്കും തരുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? 0.5. അപ്പോൾ 0.5 ആണ് നമ്മുടെ ആൻസർ. അടുത്ത ദിവസം നോക്കേ, കൺവേർട്ട് 35 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ് എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ യൂണിറ്റുകൾ എന്നെല്ലാം പറഞ്ഞാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഒന്നുകൂടെ പറയാം. മീറ്റർ പെർ സെക്കൻഡിനെ എന്ത് ചെയ്യണം? കിലോമീറ്റർ പെർ അവർ ആക്കാൻ വേണ്ടി എത്ര ചെയ്യണം? മീറ്ററിനേക്കാളും വലിയ യൂണിറ്റാണ് എന്ത്? കിലോമീറ്റർ. അപ്പോൾ എന്ത് ചെയ്യണം? 18 മേളിൽ വേണം. 18 / 5. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡിനെ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? കിലോമീറ്റർ പെർ അവർ കിട്ടും. അതേപോലെ തിരിച്ച് കിലോമീറ്റർ പെർ അവറിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ചെറിയ യൂണിറ്റ്. കിലോമീറ്ററിന് മീറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ യൂണിറ്റാണ്. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഇങ്ങനെയാണ് കൺവേർഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? കൺവേർട്ട് 35 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു കിലോമീറ്റർ പെർ അവർ. അപ്പോൾ 35 എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇതിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ വേണ്ടി എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ വേണ്ടി എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിനെ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര കിട്ടും നമുക്ക്? 5 കൊണ്ട് ചെയ്യുമ്പോൾ എത്രയാണ്? ഇത് 7 ആണ്. അപ്പോൾ 18 × 7 എത്രയാണ്? 126 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ നിങ്ങൾക്ക് ഒരു 20 വരെ ഉള്ളതെങ്കിലും ടേബിൾ എന്തായിടണം? കാണാതെ അറിഞ്ഞിരിക്കണം. 18 × 7 എത്രയാണ്? 126. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഈ മീറ്റർ പെർ സെക്കൻഡ്, കിലോമീറ്റർ പെർ അവർ കൺവേർഷന് വേണ്ടി സഹായിക്കുന്ന ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് നോക്കേ, 18 കിലോമീറ്റർ പെർ അവർ 18 കിലോമീറ്റർ പെർ അവറിനെ ഞാൻ മീറ്റർ പെർ സെക്കൻഡിലോട്ട് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? 18 ഇൻറ്റു എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? മീറ്റർ എത്ര? കിലോമീറ്ററിൽ നിന്ന് മീറ്റർ ആക്കുക. അപ്പോൾ ചെറിയ യൂണിറ്റിലോട്ട് പോകാം. അപ്പോൾ 5/18 എത്ര വരും? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് എന്തറിയാം? 18 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ റിലേഷൻ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 35 മീറ്റർ പെർ സെക്കൻഡാണ്. ഈ 5നെ എന്തായി? 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യപ്പോഴാണ് 35 മീറ്റർ പെർ സെക്കൻഡ് ആയത്? 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ്? 5നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യപ്പോൾ. അപ്പോൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കിട്ടും? കിലോമീറ്റർ പെർ അവറിലെ വാല്യൂ കിട്ടും. അപ്പോൾ ഡയറക്റ്റ് 18 × 7 എത്രയാണ്? 126 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ഇത് ഈ റിലേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചു നോക്കുക. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ സ്ഥലത്ത് ഉപയോഗിക്കാം. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് തരുവാണ് 72 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ സ്പീഡും തരുവാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ ചോദിക്കുക. അപ്പോൾ നമുക്ക് 18 അറിയാം. 18 അറിയാം എത്രയാണ്? 5 ആണ്. അപ്പോൾ 18ന്റെ എത്ര മടങ്ങാണ് ഈ തന്നിരിക്കുന്നത്? 18 × 4 അല്ലേ 72. അപ്പോൾ 4 × 5 × 4 വരും. അതായത് ഇത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. 5 × 4 എത്ര? 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് 72 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു നോക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ, സോൾവ് 25% ഓഫ് 33 1/3% ഓഫ് 4800. അപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ട് പെർസെൻറ്റേജിന്റെ കുറച്ച് വാല്യൂസ് പഠിക്കണം. പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എങ്ങനെ എന്താ ചെയ്യേണ്ടത്? 100% എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവൈഡഡ് ബൈ 100 എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ എന്ന് പറഞ്ഞാൽ 100% എന്ന് പറഞ്ഞാൽ എത്ര? 100 ഡിവൈഡ് ബൈ ഈ പെർസെൻറ്റേജിന്റെ സിമ്പിൾ എന്താവും? ബൈ 100 ആവും. 100/100 എത്ര ആവും? 1 ആവും. ഇനി നോക്കേ 50% നോക്കേ. 50% എന്ന് പറഞ്ഞാൽ എന്താ? 50 ഡിവൈഡഡ് ബൈ ഈ ചിഹ്നം എന്താവും? ഡിവൈഡഡ് ബൈ 100 ആവും. അപ്പോൾ 50/100 ആവും. എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 ആണ്. അപ്പോൾ നോക്കേ, അടുത്ത് നോക്കേ, ഇനി നമുക്ക് എന്താ വരുന്നത്? 1/3. അപ്പോൾ 1/3 എന്താവും? 1/3 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ 100നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 1 കിട്ടുന്നത്. തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കേ, 1നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഫ്രാക്ഷൻ ഇങ്ങനെ വാല്യൂസിലാണ് കിടക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പെർസെൻറ്റേജ് ആക്കാൻ വേണ്ടി × 100 ചെയ്യണം. ഇങ്ങനെ പെർസെൻറ്റേജിലാണ് കിടക്കുന്നെങ്കിൽ നമ്മൾ അതിനെ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം?
ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. അപ്പൊ ഇവിടെ ഇങ്ങോട്ട് പോകാൻ വേണ്ടി നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. ഈ 1/2 എന്ന് പറഞ്ഞ നമ്പറിനെ, ഇത് ഫ്രാക്ഷൻ ആണ്, അപ്പൊ ഫ്രാക്ഷനെ എന്താ പെർസെന്റേജ് ആക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 100 ചെയ്യണം. അപ്പൊ ഇവിടെ നോക്ക്, 1/2നെ പെർസെന്റേജ് ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? 100 കൊണ്ട് ഗുണിച്ചു. അപ്പൊ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 100 ഇതെന്ന് പറഞ്ഞാൽ 50 എന്ന് പറഞ്ഞാൽ എന്താണ്? 100 ഡിവൈഡ് ബൈ 2, ഇതാണ് 50%. അപ്പൊ ഇവിടെ നോക്കേ, 1/3 എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജ് ആണെന്ന് നോക്കുമ്പോൾ 1/3 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എത്ര വരും? 100/3%. 100/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 33 1/3%. അപ്പൊ നമുക്ക് 1/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 33 1/3% ആണ്. ഇനി നോക്കേ, ഇനി 25% ഇങ്ങനെ പറയാണ്. അടുത്ത 25%. 25% എന്ന് പറഞ്ഞാൽ എന്താണ്? 25/100 ആണ്. 25/100 എന്ന് പറഞ്ഞാൽ എന്താണ്? 25/100 എന്ന് പറഞ്ഞാൽ എന്താണ്? 25 വെട്ടി കഴിഞ്ഞാൽ 1/4 ആണ്. ഇനി എന്ത് പറയും? ഇനി എന്താ 20% നോക്കേ, 20/100 ആണ്. അതെന്ന് പറഞ്ഞാൽ എത്ര? 1/5 ആണ്. അപ്പൊ ഇത്രയും വാല്യൂസ് എങ്കിലും നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. അപ്പൊ ഇവിടെ നോക്കേ, 25% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25/100. ഇപ്പൊ ഇത് കാണാതെ പഠിക്കുക. 25% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4 ആണെന്ന് പഠിക്കുക. അപ്പൊ 25% എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് കൊടുക്കും? 1/4 എന്ന് കൊടുക്കും ഇൻറ്റു. പിന്നെ എവിടെയെങ്കിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് 25%നെ 1/4 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 20% വരുന്നെങ്കിൽ എന്ത് കൊടുക്കും? 1/5 എന്ന് കൊടുക്കും. അത് നമ്മുടെ കാൽക്കുലേഷനെ എളുപ്പമാക്കും. അപ്പൊ ഇതിനെ 1/5 എന്ന് എഴുതി. 33 1/3 എങ്ങനെ എഴുതും? 33 1/3 ഇവിടെ നാം കണ്ടില്ലേ? 33 1/3% എന്ന് പറഞ്ഞാൽ എന്താണ്? 1/3 ആണ്. അപ്പം ഇത് 1/3 ഇൻറ്റു എത്രയാണ് നമുക്ക് ചോദിച്ചേക്കുന്നത്? 4800. ഈ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു തന്നെയാണ് അർത്ഥം. അപ്പൊ ഇതായിരിക്കും നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതേ വ്യത്യാസമുള്ളൂ. ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു തന്നെയാണ്. അപ്പം ഇത് എത്ര വരും? 4 × 3 എത്രയാണ്? ഇത് 12 ആണ്. അപ്പൊ 12ഉം 48 എത്ര പ്രാവശ്യം പോകും? 4 വട്ടം പോകും. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വരും? 400 എന്ന ആൻസർ വരും. ഇതാണ് നമ്മുടെ ആൻസർ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. അപ്പൊ നിങ്ങൾ ആ പെർസെന്റേജിന്റെ വാല്യൂസ് കാണാതെ പഠിച്ചു വെക്കുക. അത് ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റും. സാലറി ഓഫ് എ മാൻ വാസ് 20,000. 2 കഴിഞ്ഞിട്ട് 4 ദ സെയിം വാസ് ഇൻക്രീസ്ഡ് ബൈ 14%. ഫൈൻഡ് ദ ന്യൂ സാലറി. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ബേസിക് കാര്യങ്ങൾ നോക്കണം. ഇൻക്രീസ്ഡ് ബൈ 14%. ഇപ്പൊ 14% എന്ന് പറഞ്ഞാൽ എന്താണ്? 14% എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഈ പെർസെന്റേജിനെ എന്ത് ചെയ്യണം? ബൈ 100 ആക്കണം. അപ്പൊ എന്ന് പറഞ്ഞാൽ 14/100. ഇതാണ് 14%. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 100 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടായിരുന്നു. 100ന്റെ 14% അല്ലേ നമുക്ക് 14 എന്ന് പറയുന്നത്? 100ന്റെ 14% ആണ് എത്ര? 14 എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ 100 ആണ് നമ്മുടെ വാല്യൂ എങ്കിൽ അതിനകത്ത് 14% കൂടി. അപ്പൊ 14 കൂടി. അപ്പൊ 100ന്റെ 14% ആണ് എത്ര? 14 എന്ന് പറയുന്നത്. ദ സെയിം വാസ് ഇൻക്രീസ്ഡ് ബൈ 14%. അപ്പം 100 എന്ന് പറഞ്ഞാൽ എന്താണ്? 100 എല്ലാ സാധനവും 100%. അപ്പൊ അത് ഇൻക്രീസ്ഡ് ബൈ 14% എന്ന് പറഞ്ഞാൽ അത് എത്ര ആയി? അതിന്റെ 114% ആയി. അപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. എൻ്റെ കയ്യിൽ 100 രൂപ ഉണ്ടായിരുന്നു. അപ്പൊ 100 രൂപ ഉണ്ടായിരുന്നു. ഈ 100 രൂപ എത്ര കൂടി? 14% കൂടി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 100ന്റെ എത്ര പെർസെന്റേജ് എന്ന് നമ്മൾ പറഞ്ഞാലും അത് തന്നെ ആയിരിക്കും വാല്യൂ. അപ്പൊ 100ന്റെ 14% എത്രയാണ്? 114 ആണ് അല്ലേ? 114 ആണ്. അപ്പൊ ഇതിനെ പെർസെന്റേജിൽ എങ്ങനെ പറയുന്നത്? ഇൻറ്റു 100/100. അപ്പം 114 എന്ന് പറഞ്ഞാൽ 114/100 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 114% ആണ് ആയത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഒരു സാധനം എന്ന് പറഞ്ഞാൽ അതിന്റെ 100% ആണ്. ഇപ്പൊ നമ്മുടെ ഈ സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? സാലറി എസ് ആണെങ്കിൽ അതിന്റെ 100% കഴിഞ്ഞാൽ 100/100 ആണ്. അതായത് സാലറി എന്ന് പറഞ്ഞാൽ എസ് തന്നെ ആണ്. അപ്പൊ 100% ഉള്ള സാധനം 14% ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? അത് എത്ര ആവുന്നത്? അതിന്റെ 114% ആവും. അപ്പൊ ഒരു സാധനം 14% ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് 114% ആവും. അപ്പൊ ഇപ്പൊ നോക്ക്, ഒരു സാധനം ഒരു ക്വാണ്ടിറ്റി എന്താ X% ഇൻക്രീസ് ചെയ്യുന്ന പറയാം. ഇതെന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ആണ്. അപ്പം ഏതെങ്കിലും ഒരു സാധനം അതിന്റെ X% ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞാൽ അത് എത്ര ആവും? 100 + X% ആവും. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി X% ഡിക്രീസ് ചെയ്യുന്ന പറയാം. അപ്പൊ അങ്ങനെ എന്താവും? പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? 100ലുള്ള സാധനമാണ്. അപ്പൊ 100% ആയിരുന്നു ഉള്ളത്. അതെന്തായി? 100 - X% ആയി. പിന്നെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം ഒരു സാധനം ഏതോ ഒരു ക്വാണ്ടിറ്റി എന്തായി? 20% ഇൻക്രീസ് ചെയ്തു. അപ്പൊ എത്ര ആവും? ആ ക്വാണ്ടിറ്റി അതിന്റെ എത്ര ആവും? 120% ആവും. അതേപോലെ ഒരു ക്വാണ്ടിറ്റി എന്തായി? 30% എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പൊ എത്ര ആവും? ആ ക്വാണ്ടിറ്റിയുടെ എത്ര ആവും? 100ൽ നിന്ന് 30 കുറയ്ക്കുക. അതായത് 70% ആവും. അപ്പോൾ 70% മാറും. അപ്പൊ ഇവിടെ എന്താ തന്നേക്കുന്നത്? ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയേ. സാലറി ഓഫ് എ മാൻ എത്ര ആയിരുന്നു? 20,000 ആയിരുന്നു. ദ സെയിം വാസ് ഇൻക്രീസ്ഡ് ബൈ 14%. 14% ഇൻക്രീസ് ചെയ്താൽ അത് എത്ര ആവും? അതിന്റെ 114% ആവും. അപ്പൊ നോക്കേ, 20,000 എന്ന് പറഞ്ഞ വാല്യൂ 20,000 എന്ന് പറഞ്ഞു. ഇതിന്റെ 100% എത്ര? ഇൻറ്റു 100/100 ആണ്. ഇതാണ് എന്ത്? അപ്പൊ 20,000 തന്നെ. അപ്പൊ 20,000 എന്ന് പറഞ്ഞാൽ 100% അത് തന്നെ. അപ്പൊ എത്ര കൂടിയത്? 14% കൂടി. ഫൈൻഡ് ദ ന്യൂ സാലറി. ഇപ്പൊ എത്ര? 20,000ന്റെ എത്ര ആയി? ഇപ്പം 20,000ന്റെ
എത്രയായി ഇൻറ്റു 100 പ്ലസ് 14% ആവും. 14% ആവും. എത്രയാണ് 20,000ന്റെ എത്രയാണ് 114%. അപ്പൊ നിങ്ങൾക്ക് ആദ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ 14% കൂടി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് 114 അങ്ങ് എഴുതത്തുള്ളൂ. അപ്പൊ 20,000ന്റെ 20,134 ഇൻറ്റു 114/100 എന്ന് ചെയ്യും. അപ്പൊ എത്ര വരും? 2 0 ക്യാൻസൽ ചെയ്യും. അപ്പൊ 114 ഇൻറ്റു 2 എത്ര? 228.00. ഇത്രയാവും. 20,000 ഉള്ളത് 14% കൂടി കഴിഞ്ഞാൽ എത്ര ആവും? 22,800 ആവും. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി പക്ഷേ പരീക്ഷയ്ക്ക് ഇത് ഇത്രയും നിങ്ങളുടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇനി എക്സാമിന് കാണുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? എക്സാമിന് കാണുമ്പോൾ നിങ്ങൾ നോക്കും 20,000 ഉണ്ട്. അപ്പൊ 2 കഴിഞ്ഞിട്ട് കുറെ 0 1 2 3 4 എത്ര ആവുന്നത്? 114% കൂടി എന്ന് പറഞ്ഞാൽ അതെന്താവും? നേരത്തെ ഉണ്ടായിരുന്നതിന്റെ 114%. അപ്പൊ ഇത്രയും പെർസെന്റേജ് ആവും. അപ്പൊ ഈ പെർസെന്റേജ് 2 0 ആണ്. അപ്പൊ ഇത് 2 ക്യാൻസൽ ചെയ്യും. എത്ര? 114 ഗുണം 2 228. 228 കഴിഞ്ഞിട്ട് 2 0. അതായിരിക്കും നമ്മുടെ 228 2 0. ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ പരീക്ഷയ്ക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ? പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്നാണ് നമുക്ക് വേണ്ടത്. അപ്പം നിങ്ങൾ പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ വേണ്ടി കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പം ഒരു പെർഫെക്റ്റ് സ്ക്വയറും ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ഫോർ എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ. അപ്പം ഒരു സ്ക്വയറും എന്താ 2 3 7 8 അവസാനിക്കത്തില്ല. എന്ത് ചെയ്യാ? ലാസ്റ്റ് ഡിജിറ്റ് should not be 2 3 7 8. അതായത് ഇതിന്റെ ഏതെങ്കിലും ഒരു നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 2 3 7 8 ആണെങ്കിൽ എന്തല്ല? അത് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കത്തില്ല. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എല്ലാ പെർഫെക്റ്റ് സ്ക്വയറിന്റെയും ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ 1 മുതൽ 25 വരെ ഉള്ള സ്ക്വയർ ഉണ്ടല്ലോ, അതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ ഞാൻ ക്ലിയർ ആക്കി തരാം. അപ്പോൾ 1ന്റെ സ്ക്വയർ എത്രയാണ്? 1ന്റെ സ്ക്വയർ 1 ആണ്. അതേപോലെ 2ന്റെ സ്ക്വയർ 4 ആണ്. അതേപോലെ 3ന്റെ സ്ക്വയർ 9 ആണ്. 4ന്റെ സ്ക്വയർ, അപ്പൊ ഈ സ്ക്വയർ നിങ്ങൾ 35 വരെ പഠിക്കണം, 16 ആണ്. അങ്ങനെ പോകും. അപ്പൊ അങ്ങനെ എത്ര? 25ന്റെ സ്ക്വയർ 25 സ്ക്വയർ എത്രയാണ്? 625 ആണ്. അപ്പം ഇതിന്റെ ലാസ്റ്റ് ഏത് പെർഫെക്റ്റ് സ്ക്വയറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അവസാനത്തെ 2 ഡിജിറ്റ് ആയിരിക്കും. അതായത് ഇതിന്റെ 01, അതേപോലെ 04, ഇത് 9 1 6, അതേപോലെ അടുത്ത ഒരു 5 സ്ക്വയർ 25, അടുത്ത ഒരു 36, അപ്പം 25 അങ്ങനെ ആയിരിക്കും. ഇപ്പൊ 76 അങ്ങനെ ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കേ, അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഏത് നമ്പറിന്റെ ആണ് പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ അതിന്റെ ഡിജിറ്റുകളുടെ ഡിജിറ്റ് സമ്മ് എന്തായിരിക്കും? 1 4 7 9 ആയിരിക്കും. അപ്പൊ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ ഇതിന്റെ ഡിജിറ്റ് സമ്മ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് സം എടുക്കുക. അതായത് 1 9 10 3 13 5 18. ഈ 18നെ വീണ്ടും ഒന്നുകൂടെ കൂട്ടുക. അതായത് 18 1 8 അങ്ങനെ 9. അപ്പൊ ഇവിടെ 9 ആണ് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ 9 1 4 7 വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരത്തില്ല. നമുക്ക് ഏത് പ്രോപ്പർട്ടിയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഈ 3 കണ്ടീഷൻ വെച്ചാണ് നമ്മൾ ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് നോക്കുന്നത്. അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ? ഇവിടെ നോക്കേ 19 35. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് യൂണിറ്റ് 5 ആണ്. ഇപ്പൊ 1ന്റെ 2 2 3 7 8 അവസാനിക്കുന്ന ഒന്നുമില്ല. 2 3 7 8 അവസാനിക്കുന്ന ഒന്നുമില്ല. ഇത് വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അടുത്ത് നോക്കേ, ലാസ്റ്റ് 2 ഡിജിറ്റ് എന്തായിരിക്കണം? 1 മുതൽ 25 വരെയുള്ള നമ്പറിന്റെ സ്ക്വയറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് ആയിരിക്കണം. ഇവിടെ നോക്കേ 35 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നമ്പറിന്റെ പെർഫെക്റ്റ് സ്ക്വയറിന്റെ അവസാനമായിട്ട് കിട്ടുന്നുണ്ടോ? 1 മുതൽ 25 വരെ ഇല്ലല്ലോ. ഒന്ന് പറഞ്ഞു നോക്കേ. 1ന്റെ സ്ക്വയർ 1, 2 സ്ക്വയർ 4, അങ്ങനെ 9 16 25 36 49 64 100 121 160 121, അടുത്ത 147 169 196 225 256 289 324, ഒന്നിലും വരുന്നില്ലല്ലോ. 19 361 20 400, പിന്നെ 441 441 കഴിഞ്ഞാൽ എത്ര? 484 22 സ്ക്വയർ 23 സ്ക്വയർ 529 ഇല്ല 24 576. ഒരിടത്തും 35 വരുന്നില്ല. അപ്പൊ ഇതെന്തല്ല? പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അടുത്ത് നോക്കേ 152 0. അപ്പം 20 എന്ന് പറയുന്നത് നമുക്ക് എവിടെയെങ്കിലും വരുന്നുണ്ടോ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട്? ഇല്ല, ഒന്നിന്റെയും 20 വരുന്നില്ല. അടുത്ത 730 നോക്കേ. 730 എന്ന് പറഞ്ഞാൽ 30 എവിടെയെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. ഇവിടെ എന്താ വരുന്നത്? 81 മാത്രമേ എന്തുള്ളൂ. ഈ 9ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81 ആണ്. അപ്പൊ 1681 ആണ് നമ്മുടെ എന്ത് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 41ന്റെ സ്ക്വയർ ആണ് എന്ത് 1681. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് നോക്കാം. അപ്പൊ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ 496 is divided by 6? അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ നോർമൽ ആയിട്ടുള്ള ഡിവിഷൻ ചെയ്തത്. അപ്പോൾ 496 divided by 6 നിങ്ങൾ മറ്റേ രീതിയിൽ ഡിവിഷൻ ചെയ്യാതെ ഇതേപോലെ ചെയ്യാം. നമുക്ക് എന്താ റിമൈൻഡർ മാത്രം മതി. അപ്പോൾ എന്ത് ചെയ്യും? 4 6 1 നോക്കും. ഇല്ല, 49 എടുക്കും. 49ൽ 6 എത്ര വട്ടം പോകും? 8 വട്ടം പോകും. 8 വട്ടം പോകും. ശിഷ്ടം എത്ര? 1. അപ്പോൾ 1 പിന്നെ ഇതുകൂടെ ചേർക്കും. അതായത് 16. 16ൽ 6 എത്ര വട്ടം പോകും? 2 വട്ടം പോകും. ശിഷ്ടം എത്രയാണ്?
എത്ര 16 6 2 വട്ടം പോകും 12, ബാക്കി എത്ര 16 - 12. ഇതൊന്നും എഴുതേണ്ട കാര്യം പോലും ഇല്ല. അപ്പൊ 4 നമുക്ക് എത്ര വരുന്നത് ശിഷ്ടം വരുന്നത്. ഇത് ഇത്രേ ചെയ്യാവുള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുന്നത്, ഇതിനെ ഒരു ഫ്രാക്ഷൻ ഫോമിൽ എഴുതുന്നത് എങ്ങനെ, 496 ഡിവൈഡഡ് ബൈ 6 ആണ്. 49 6 8 ആണ്, 6 48 ആണ്, 16 ആണ്, 16 6 2 ആണ്, 2 12 ആണ്, ശിഷ്ടം എത്ര വരും 4 വരും. അപ്പൊ ഈ നമ്പറിനെ 496 ഞാൻ എങ്ങനെ എഴുതും, 82 ഗുണം 6 പ്ലസ് 4. ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്പറാണ്, ഇവിടെ നമ്പർ അല്ലെങ്കിൽ ഡിവിഡൻഡ് എന്ന് പറയും. ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇതെന്താ, 82 എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഹരണഫലം. ഹരണഫലത്തെ നമ്മൾ കോഷ്യന്റ് എന്ന് പറയുന്നത്. കോഷ്യന്റ് ഇൻറ്റു ഇതെന്താണ്, നമ്മുടെ 6 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അതിന് നമ്മൾ എന്ത് പറയും, ഡിവൈസർ. ഡിവൈസർ ഇതെന്താണ്, റിമൈൻഡർ. അപ്പൊ ഏതൊരു നമ്പറിന്റെയും റിമൈൻഡർ. ഓക്കെ, ഏതൊരു നമ്പരും ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോഷ്യന്റ്. കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്, ഹരണഫലം. കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ. ഡിവൈസർ പ്ലസ് റിമൈൻഡർ. ഇതായിരിക്കും ഏതൊരു നമ്പറിനെ ഈ ഫോമിൽ എഴുതാം. ഇതൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആയിട്ട് പഠിച്ചു വെച്ചു. ഇത് വെച്ച് നമ്മൾ ഇനി ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇതിന്റെ ആൻസർ സിംപിളി നമുക്ക് 4 ആണ് ആൻസർ. പക്ഷെ ഇതിനകത്ത് ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അടുത്ത് നോക്കേ, ഇഫ് രാജ് ബോട്ട് ആൻ അംബ്രല്ല ഫോർ Rs 100 ആൻഡ് സോൾഡ് ഇറ്റ് ഫോർ എ പ്രോഫിറ്റ് ഓഫ് 34%, ദെൻ ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് അംബ്രല്ല. ഇപ്പൊ എന്താ പറഞ്ഞത്, രാം എത്ര രൂപയ്ക്കാണ് മേടിച്ചത്, 100 രൂപയ്ക്കാണ് എന്ത് മേടിച്ചത്, അംബ്രല്ല മേടിച്ചത്. അപ്പൊ രാമിന്റെ കോസ്റ്റ് പ്രൈസ് എത്ര, കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സാധനം മേടിക്കാൻ വേണ്ടി ചിലവായ പൈസ. അപ്പൊ കോസ്റ്റ് പ്രൈസ് എത്ര രൂപയാണ്, 100 രൂപയാണ്. എന്ത് ചെയ്തു, പ്രോഫിറ്റ് ഓഫ് 34%. ഞാൻ നേരത്തെയും പറഞ്ഞു നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, 100% ആണ്. അപ്പൊ ഇതിനകത്ത് 34% എന്ത് ചെയ്തു, പ്രോഫിറ്റിന് വിറ്റു. അപ്പൊ എത്രയാണ് വിറ്റത്, 134%ആണ് വിറ്റത്. അപ്പം 100ന്റെ സാധനം എത്ര പ്രോഫിറ്റിനാണ് വിറ്റത്, 34% പ്രോഫിറ്റിനെ വിറ്റേ. അപ്പം 137% വിറ്റത്. എങ്ങനെ പറയാം, 100ന്റെ സാധനം 34% പ്രോഫിറ്റിന് വിറ്റു, അല്ലെങ്കിൽ 137% വിറ്റു. രണ്ട് എങ്ങനെ പറഞ്ഞാലും കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് 100 രൂപയാണ് ഉള്ളത്. അപ്പൊ എത്ര രൂപ പ്രോഫിറ്റിനാണ് വിറ്റത്, 34%. അപ്പൊ ഈ പ്രോഫിറ്റും ലോസും നമ്മൾ എന്തിലാണ് പറയുന്നത്, CPയുടെ കോസ്റ്റ് പ്രൈസിന്റെ ബേസിലായിരിക്കും നമ്മൾ പറയുന്നത്. അതായത് കോസ്റ്റ് പ്രൈസിന് കോസ്റ്റ് പ്രൈസിന്റെ എത്ര പെർസെന്റേജ് ആണ് നമുക്ക് പ്രോഫിറ്റ്, അതേപോലെ കോസ്റ്റ് പ്രൈസിന്റെ എത്ര പെർസെന്റേജ് ആണ് ലോസ്. ഇപ്പം ലോസ് ഓഫ് 34% എന്നാണ് ഇവിടെ പറഞ്ഞിരുന്നെങ്കിൽ എന്തിന്റെ 34% ലോസ്, നമ്മുടെ കോസ്റ്റ് പ്രൈസിന്റെ 34% ആണ് ലോസ്. ഇപ്പൊ ഇവിടെ നോക്ക്, CP 100 ആണ്. അപ്പൊ പ്രോഫിറ്റ് ഓഫ് 34% എന്ന് പറഞ്ഞാൽ എന്തിന്റെയാണ്, കോസ്റ്റ് പ്രൈസിന്റെ. അപ്പം 100ന്റെ 34% എത്രയാണ്, ഇനി ഞാൻ എഴുതേണ്ട കാര്യമില്ല. 100ന്റെ എത്ര പെർസെന്റേജ് ആണ് എടുക്കുന്നത് അത് തന്നെ ആയിരിക്കും വാല്യൂ. അതായത് 100ന്റെ 34% എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 34 ആയിരിക്കും. അപ്പൊ 34 എന്ന് പറഞ്ഞാൽ എന്താണ്, 34 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പ്രോഫിറ്റ് ആണ്. നമുക്ക് എന്തോ ചോദിച്ചേക്കുന്നത്, വാട്ട് ഈസ് ദ സെല്ലിംഗ് പ്രൈസ്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ 100 രൂപ എന്തായാലും ഉണ്ട് കോസ്റ്റ് ആയിട്ട്. എൻ്റെ കൂടെ എത്ര എക്സ്ട്രാ നമുക്ക് പ്രോഫിറ്റ് കിട്ടി, 34 പ്രോഫിറ്റ് കിട്ടി. അതായത് 134 എന്ത് വിൽക്കുന്നത്. ഇതാണ് നമ്മുടെ എന്ത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ കാണുമ്പോൾ 100 രൂപയാണ് നമ്മുടെ അംബ്രല്ലയുടെ വില. ഇത് 34 പ്രോഫിറ്റ് ഓഫ് 34%. അപ്പൊ 100ന്റെ 37% 34. അപ്പൊ 34 കൂടെ കൂട്ടി വിറ്റു. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എത്ര എഴുതാം, 134 ഓപ്ഷനിൽ അങ്ങ് മാർക്ക് ചെയ്യാം. അതായത് ഇത് എഴുതിയൊന്നും വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ, വാട്ട് വിൽ ബി ദ മീൻ ഓഫ് ഫസ്റ്റ് 5 പോസിറ്റീവ് ഓഡ് ഇൻഡിജേഴ്സ്. അപ്പൊ എന്താണ് നമ്മൾ മീൻ എന്ന് നോക്കണം. മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ആവറേജിനെയാണ് എന്ത് പറയുന്നത്, ആവറേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മീൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഫസ്റ്റ് 5 പോസിറ്റീവ് ഓഡ് ഇൻഡിജേഴ്സ്. ഇപ്പൊ ഫസ്റ്റ് 5 ഓഡ് ഇൻഡിജേഴ്സ് ഏതൊക്കെയാ, ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പോസിറ്റീവ് പറഞ്ഞിരിക്കുന്നത്. ഇൻഡിജേഴ്സ് പറഞ്ഞാൽ നമ്മുടെ 1 2 3 അങ്ങനെ എല്ലാ ഇൻഡിജേഴ്സ് ആണ്. അതേപോലെ -1 -2 എല്ലാ ഇൻഡിജേഴ്സ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, പോസിറ്റീവ് ഓഡ് ഇൻഡിജേഴ്സ്. അപ്പൊ ഏതൊക്കെയാ ഫസ്റ്റ് 5 പോസിറ്റീവ് ഓഡ് ഇൻഡിജേഴ്സ് ആലോചിച്ച് നോക്കേ. 1 ഉണ്ട്, 3 ഉണ്ട്, അടുത്ത 5 ഉണ്ട്, ഓഡ് നമ്പർ ആണ്, 7 ഉണ്ട്, അടുത്ത 9 ഉണ്ട്. 5 ആയില്ലേ, 1 2 3 4 5. അപ്പൊ ഇതിന്റെ മീൻ എന്താണെന്ന് വെച്ചാൽ, അപ്പൊ മീൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന്റെ ആവറേജ്. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാവുന്നത്, സം ഡിവൈഡഡ് ബൈ നമ്പറാ. ഇതിന്റെ എളുപ്പവഴി ഞാൻ പറഞ്ഞു, സം ഡിവൈഡഡ് ബൈ നമ്പറാ. അപ്പൊ ഇവിടെ എത്ര സം എത്ര വരും, ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് ആവറേജ് അല്ലെങ്കിൽ മീൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇതിന്റെ സം എന്ന് പറഞ്ഞാൽ 1 3 4 4 5 9 9 7 16 16 9 25. 25 ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഉണ്ട്, 1 2 3 4 5 5. എത്ര, 25 ഡിവൈഡഡ് ബൈ 5 5 നമ്മുടെ മീൻ എന്ന് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഞാൻ ഒരു പ്രോപ്പർട്ടി പറഞ്ഞു തരാം. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പർ. കൺസിക്യൂട്ടീവ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വെച്ചാൽ അടുത്തടുത്തുള്ള നമ്പേഴ്സ്. അതായത് കൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓഡ് നമ്പർ ആണെങ്കിൽ കൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ എന്ന് പറയും. അപ്പം 1 3 5 7. ഈവൻ നമ്പർ ആണെന്ന് എന്ത് പറയും, 2 4 6 8 അങ്ങനെ പോകുന്നു. അല്ലാതെ സാധാ കൺസിക്യൂട്ടീവ് നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 4. അപ്പൊ ഇങ്ങനെ കൺസിക്യൂട്ടീവ് നമ്പർ ആണെങ്കിൽ നമ്മുടെ എന്തായിരിക്കും, കൺസിക്യൂട്ടീവ് നമ്പർ ആണെങ്കിൽ നമ്മുടെ എന്താ ഇതിന്റെ മീൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കേ, കൺസിക്യൂട്ടീവ് ആയിട്ട് നമ്പർ ആണല്ലോ. ഇതിന്റെ ആവറേജ് എത്ര, 1 ഫസ്റ്റ് ടേം, അടുത്ത 9 1 9 10 10 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്, 5 എന്നല്ലേ വന്നത്. ഇനി വേറൊരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ എല്ലാത്തിന്റെ മീൻ ആയിരിക്കും. അതായത് കൺസിക്യൂട്ടീവ് അല്ലെങ്കിൽ
നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയും. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ പറയാം. ഇപ്പം തൽക്കാലം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരേ കോമൺ ഡിഫറൻസ് വരുന്നതാണ് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പം എല്ലാ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെയും മീൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം ബൈ 2. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വരുമ്പോൾ നമുക്കത് പഠിക്കാം. ഇപ്പം നോക്കേ, ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ് ഉള്ളതെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ ആവറേജ് എന്ന് പറയുന്നത് മിഡിൽ കിടക്കുന്നതായിരിക്കും. അതായത് ഇവിടെ ഇത് ഒന്നാമത്തെ നമ്പർ, ഇത് രണ്ടാമത്തെ നമ്പർ, ഇത് മൂന്നാമത്തെ നമ്പർ, ഇത് നാലാമത്തെ നമ്പർ, ഇത് അഞ്ചാമത്തെ നമ്പർ. അത് ഇത് ഒന്നാമത്തെ ഫസ്റ്റ്, ഇത് എത്രാണ്? ഫിഫ്ത്ത് നമ്പർ. അപ്പൊ നമ്മുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മിഡിൽ കിടക്കുന്നത്, അതായത് ഫിഫ്ത്ത് പ്ലസ് ഫസ്റ്റ് ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 6/2. മൂന്നാമത്തെ തേർഡ് നമ്പർ ആയിരിക്കും നമ്മുടെ ആവറേജ്. അപ്പൊ ഡയറക്റ്റ് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. ഇനിയിപ്പോ നാളെ എൻ്റെ അടുത്ത് ചോദിക്കുക, ഫസ്റ്റ് 7 പോസിറ്റീവ് ഓഡ് ഇൻഡിജസിന്റെ സം എത്ര, ആവറേജ് എത്ര ചോദിക്കുക, മീൻ എന്താണെന്ന് ചോദിക്കുക. എന്നാൽ നമ്മൾ എന്ത് എഴുതും? 1, 3, 5, 7, 9, 11. എത്ര എണ്ണം വന്നു? 3, 3, 6, അടുത്ത 13 ആണുള്ളത്. നമ്മുടെ എന്തായിരിക്കും? ഓഡ് നമ്പർ ആണെങ്കിൽ എന്താണ്? ഇതിന്റെ നടുക്കുള്ളതായിരിക്കും. അപ്പൊ നടുക്കുള്ളതെന്ന് പറഞ്ഞാൽ എന്താ? 3 ഇങ്ങോട്ടും പോയി 3 ഇങ്ങോട്ടും പോയി. അപ്പൊ എത്ര ആയിരിക്കും നമ്മുടെ മീൻ എന്ന് പറയുന്നത്? 7 ആയിരിക്കും നമ്മുടെ മീൻ എന്ന് പറയുന്നത്. നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം ബൈ 2. ഈ കോൺസ്റ്റന്റ് ആയിട്ട് ഈ ഡിഫറൻസ് സെയിം ആയിരിക്കണം കേട്ടോ. 1ഉം 3ഉം ഡിഫറൻസ് 2 ആണ്, ഇത് ഡിഫറൻസ് 2 ആണ്, 2 ആണ്, 2 ആണ്. അപ്പൊ 13 പ്ലസ് 1/2 14/2 എന്ന് പറഞ്ഞാലും മീൻ 7 കിട്ടും. ഈ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ കറക്റ്റ് നടുക്ക് ഏതെന്ന് നടക്കുന്നത് അതായിരിക്കും നമ്മുടെ മീൻ എന്ന് പറയുന്നത്. മീനെ പറ്റി കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ, എ സം ഓഫ് മണി ബിക്കംസ് 900 ഇൻ 4 ഇയർ അറ്റ് 5% പെർ ആനം ഓൺ സിമ്പിൾ ഇൻട്രസ്റ്റ്. ദ സം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സം ഓഫ് മണി 900 ആയി 4 ഇയറിൽ 5% പെർ ആനം സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ വർഷവും ഇവിടെ 5% പെർ ആനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 100 രൂപയാണ് ഞാൻ ഇടുന്നതെങ്കിൽ എനിക്ക് ഇതിന്റെ 5% എത്ര? 5 രൂപ. ഇതിന്റെ 5 രൂപ എന്തായിരിക്കും ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി? അതെന്താവും? 105 രൂപ എനിക്ക് ഒരു വർഷം കഴിയുമ്പോൾ ആവും. അപ്പൊ ഇങ്ങനെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും നമുക്ക് എത്ര ആയിരിക്കും കിട്ടുന്നത്? 5 രൂപ 5 രൂപ 5 രൂപ എന്നായിരിക്കും. അപ്പൊ നമുക്ക് എഫക്റ്റീവായിട്ട് ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് 5%. അപ്പൊ 4 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കും? നമ്മുടെ എഫക്റ്റീവ് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കും? എഫക്റ്റീവ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 4 × 5%. അതായത് ഒരു വർഷം 5% ആണ്, രണ്ടാമത്തെ വർഷം 5% ആണ്, മൂന്നാമത്തെ വർഷവും 5% ആണ്, നാലാമത്തെ വർഷവും 5% ആണ്. അങ്ങനെയാണ് 4 × 5%. അതായത് 20% ആയിരിക്കും എന്ത്? നമ്മുടെ എഫക്റ്റീവ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പൊ നമ്മൾ പറയുന്നത് ഏതോ ഒരു സം ഓഫ് മണി ബിക്കംസ് 900 ഇൻ 4 ഇയർ അറ്റ് 5% പെർ ആനം. അപ്പം ഏതോ ഒരു സമ്മ് അതുപോലെ 100% ഉണ്ടായിരുന്നതായിരുന്നു. അപ്പൊ 100% ഉള്ളത് ഈ 4 വർഷം കൊണ്ട് എന്ത് ചെയ്തു? 5% അങ്ങനെ 4 വട്ടമായി 20% കൂടി. അതായത് ഇപ്പൊ എന്തായി? 120% ഇപ്പൊ ഏതോ ഒരു നമ്പർ ഉണ്ടായിരുന്നു, ആ നമ്പറിന്റെ 100% ആയിരുന്നു ഉള്ളത്, അത് 20% കൂടി എന്തായി? 120% ആയി. നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് ആണ്. ഇപ്പൊ 120% വാല്യൂ ആണ് തന്നിരിക്കുന്നത്. എത്ര? 900. നമുക്ക് എന്താ വേണ്ടുന്നത്? 100%. 100% എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് നമ്പർ. അപ്പൊ ഇത് വേറെ രീതിയിൽ ചെയ്യാൻ നമുക്ക് എക്സ് എന്ന് പറയുന്ന സാധനം, എക്സ് ആയിരുന്നു നമ്മുടെ ആദ്യം ഉണ്ടായിരുന്നത്, അതിന്റെ 120% ആണ് നമുക്ക് തന്നേക്കുന്നത് 900. നമുക്ക് എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് എളുപ്പവഴി ഇത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ 120ന്റെ വാല്യൂ അറിയാം. എത്ര? 120%ന്റെ വാല്യൂ അറിയാം 900. നമുക്ക് എത്രന്റെ വേണ്ടുന്നത്? 100ന്റെ വാല്യൂ. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ 12 വെച്ച് ഇതെങ്ങനെ വെട്ടുന്നത്? ഇത് എത്ര വെച്ച് വെട്ടാൻ പറ്റും? 2 വെച്ച് വെട്ടി കഴിഞ്ഞാൽ 5, ഇത് 6, എത്രയാണ്? 6 വെച്ച് വെട്ടി കഴിഞ്ഞാൽ 15, 15 6 90. 150 × 5 എത്ര വരും? 750 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ 750 രൂപ 4 വർഷം കൊണ്ട് 5% പെർ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര ആവുന്നത്? 900 ആവും. അപ്പൊ ഇവിടെ വെച്ചാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? എക്സ് × 120/100. 120/100 എന്ന് പറഞ്ഞാൽ 20 വെച്ച് ക്യാൻസൽ ചെയ്ത് 6/5 എഴുതാം. ഇതെന്ന് പറഞ്ഞാൽ 900 ആണ്. നമ്മുടെ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 900/6 × 5. ഇതും കിട്ടും എത്ര? 750. രണ്ട് വഴിയിലും നമുക്ക് ചെയ്യാം. അപ്പം ഈ വഴിയായിരിക്കും കുറച്ചുകൂടെ നമുക്ക് സ്പീഡായി കഴിഞ്ഞാൽ ഈ വഴിയായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് എഴുതാം. 120ന്റെ വാല്യൂ ആണ് എത്ര? 900. നമുക്ക് എത്രന്റെ വാല്യൂ വേണ്ടുന്നത്? 100ന്റെ വാല്യൂ. എത്ര വരും? 750 ആൻസർ വരും. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. If perpendicular of a right angle triangle is 8 cm and its area is 20 cm², the length of the base ആ ചോദിച്ചു. അപ്പൊ നിങ്ങൾ ഇവിടെ എന്താ അറിയേണ്ടത്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്താണെന്ന് അറിയാം. അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിട്ടുള്ള ട്രയാങ്കിളിനാണ് എന്ത് പറയുന്നത്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്ക്, ABC എന്ന് പറയുന്നത് ഇത് A, ഞാനൊരു പേര് കൊടുക്കണം ABC. അപ്പൊ B എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് വെച്ചോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ 3 സൈഡിനെ നമ്മൾ ഈ സൈഡിനെ നമ്മൾ എന്താ പറയുന്നത്? ഈ സൈഡിനെ നമ്മൾ എന്താ പറയുന്നത്? പെർപെൻഡിക്കുലർ എന്നാ പറയുന്നത്. പെർപെൻഡിക്കുലർ. അതേപോലെ ഇതെന്താണ്? അതിന്റെ ബേസ് സൈഡാണ്, ബേസ് ആണ്. ഇതെന്താണ്? അപ്പം ഹൈപ്പോടെന്യൂസ് ആണ്. ഹൈപ്പോടെന്യൂസ് ആണ്. അപ്പൊ എന്താ നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടി എന്താ ഉള്ളത്? ഹൈപ്പോടെന്യൂസിനെ ഞാൻ H എന്ന് പറഞ്ഞു കൊടുത്തു, ബേസിനെ ഞാൻ B എന്ന് പറഞ്ഞു കൊടുത്തു, അതേപോലെ പെർപെൻഡിക്കുലറിനെ ഞാൻ P എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ നമുക്ക് എന്താ അറിയാവുന്ന നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ എല്ലാ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഫോർമുലയാണ് എന്ത്? ഹൈപ്പോടെന്യൂസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബേസിന്റെ സ്ക്വയർ പ്ലസ്
പെർപെൻഡിക്കുലറിന്റെ സ്ക്വയർ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം. ഒരു ട്രയാങ്കിളിന്റെ സൈഡ് എന്തായിരിക്കും 3, 4 ആണ്. അപ്പൊ ഈ ഹൈപ്പോട്ടൻസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഈ സൈഡാണ് വേണ്ടത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഹൈപ്പോട്ടൻസ്. അപ്പൊ ഹൈപ്പോട്ടൻസിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ബേസിന്റെ സ്ക്വയർ. ബേസ് എത്ര അവിടെ 3. 3ന്റെ സ്ക്വയർ എത്രയാണ് 3ന്റെ സ്ക്വയർ പ്ലസ് 4ന്റെ സ്ക്വയർ. 4ന്റെ സ്ക്വയർ എത്ര 3ന്റെ സ്ക്വയർ 9ഉം 4ന്റെ സ്ക്വയർ 16. 16 9 എത്രയാണ് 25. അപ്പം h സ്ക്വയർ ആണ് എത്ര 25. എച്ചിന്റെ വാല്യൂ എത്ര ഇടും ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ ഇവിടെ റൂട്ട് എടുക്കുക. റൂട്ട് 25 എത്ര വരും 5. അപ്പൊ എന്താണ് ഇത് 5 ആണ്. അപ്പൊ 3, 4, 5 ആണ് എന്ത് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ ചോദിക്കുന്നത് ഇനി ഇതാണ് നമുക്ക് ഒന്നാമത്തെ കാര്യം റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ. അതേപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ട്രയാങ്കിളിന്റെ ഏരിയ എന്താ ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ് ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു എന്താണ് ഹൈറ്റ്. അപ്പൊ ഇവിടെ നോക്കിയാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ കേസ് നോക്കിയേ റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ എന്താ വരും ഹാഫ് ഇൻറ്റു ബേസ് സെയിം തന്നെയാണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇതാ ഇവിടുത്തെ ബേസ് ബി ആണെന്ന് വെച്ചോ. ബേസ് ബി ആണ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ 90. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഹൈറ്റ് ആണ്. അപ്പൊ ഇതന്നല്ലേ ഹൈറ്റ് എ ബി എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഹൈറ്റ്. അപ്പൊ എ ബി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ പെർപെൻഡിക്കുലർ ആണ്. അപ്പം ഇൻറ്റു പി. അപ്പം ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഇതായിരിക്കും എന്ത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ പറ്റി അറിയേണ്ട കാര്യം. ഇനി നോക്കേ ക്വസ്റ്റ്യൻ ആൻസർ നോക്കേ. If perpendicular of a right angle triangle is 8 cm. അപ്പോൾ പെർപെൻഡിക്കുലറിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 8 cm ആൻഡ് ഇറ്റ്സ് ഏരിയ 20 cm സ്ക്വയർ. അപ്പോൾ ഏരിയ ആണ് തന്നിരിക്കുന്നത് എന്ത് 20 cm സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്തറിയാം ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു എന്താണ് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ നമുക്ക് ഏരിയയുടെ വാല്യൂ തന്നിട്ടുണ്ട് എത്ര 20. 20 എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് എത്ര തന്നിരിക്കുന്നത് ബേസിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പെർപെൻഡിക്കുലർ എത്ര തന്നിരിക്കുന്നത് 8 ആണ് തന്നിരിക്കുന്നത് 8. അപ്പോൾ നമുക്ക് ബേസ് എത്ര കിട്ടും ബേസ് എന്ന് പറഞ്ഞാൽ ഇത് 2ഉം 8 വെട്ടി എത്ര 4 കിട്ടും. ബേസ് എന്ന് പറഞ്ഞാൽ 20/4 എത്ര കിട്ടും 5 സെന്റിമീറ്റർ കിട്ടും. 5 സെന്റിമീറ്റർ ആണ് എന്ത് എൻ്റെ ബേസ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ 10 ക്വസ്റ്റ്യൻ ചെയ്തു. ഇതെല്ലാം പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ പറയുന്നത്. ഭയങ്കര മെത്തേഡാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ബേസിക് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ പരീക്ഷയ്ക്ക് നമുക്ക് സ്പീഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആദ്യം ബേസിക് കാര്യങ്ങൾ പഠിച്ചു വെക്കുക എഴുതി വെക്കുക. അതിനുശേഷം എക്സാമിന് സ്പീഡിലുള്ള മെത്തേഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നല്ല സ്പീഡിലുള്ള ഒറ്റ സ്റ്റെപ്പിൽ എഴുതുന്ന രീതിയിൽ നിങ്ങൾ ഇത് ചെയ്യുക. അതിനുവേണ്ടിയാണ് ഇത്ര ബേസിക് ആയിട്ട് കാര്യം പറയുന്നത്. ഇതെല്ലാം നമ്മുടെ മനസ്സിലാണ് വേണ്ടത്. നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് ഈ പഠിച്ചത് വെച്ചിട്ട് നമ്മൾ അതിനെല്ലാം ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് കൂടി ചെയ്യുന്ന രീതിയിലാക്കുക. അപ്പോൾ അതിൻ്റെ എല്ലാ മെത്തേഡും ഞാൻ പറയുന്നുണ്ട്. അവസാനം പറയുന്നുണ്ട് എല്ലാം എളുപ്പം ചെയ്യുന്ന മെത്തേഡും പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് വൃത്തിയായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.